നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ 6 കൊളാബറേറ്റിംഗ് ഓൺ ഡാറ്റാബേസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ അതിൽ കുറച്ച് വെബ് ബേസ് ആപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടായിരുന്നു. അതിൽ ഒരു വെബ് ബേസ് ആപ്ലിക്കേഷനാണ് ഡാബിൾ ഡി ബി. സോ അതിൻ്റെ ഷെയറിങ് ഓപ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷെയറിങ് ഓപ്ഷൻസ് ഓഫ് ഡാബിൾ ഡി ബി 3 വേസിലാണ് ഷെയർ ചെയ്യുന്നത്. പേജ് ഓപ്ഷൻസ്, യൂസേഴ്സ് ഓപ്ഷൻ ആൻഡ് സ്കീമ ഓപ്ഷൻ. സോ പേജ് ഓപ്ഷനിൽ വരുമ്പം നമുക്ക് പേജ് ഓപ്ഷനിൽ വരുമ്പം നമുക്ക് യൂസേഴ്സിനെ, അതായത് എനേബിൾ ടു കളക്ട് ഡാറ്റ ഫ്രം അതർ യൂസേഴ്സ് വിത്തൗട്ട് ഗ്രാൻഡിങ് ആക്സസ് ടു ദ അണ്ടർലൈൻ ഡാറ്റാബേസ്. അതായത് മറ്റുള്ളവർക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ നമുക്ക് അണ്ടർലൈൻ ഡാറ്റാബേസിൻ്റെ പെർമിഷനൊന്നും കൊടുക്കുന്നില്ല. യൂസേഴ്സ് ഓപ്ഷനിൽ വരുമ്പം ലെറ്റ്സ് അതർ യൂസേഴ്സ് ടു ആക്സസ് റോ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. ആ ഒരു ഇത് ഷെയറിങ് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സ്കീമ ഓപ്ഷനിലാവുമ്പം uses DabbleDB JavaScript API to let others interact with your data on other website. ഇങ്ങനെയാണ് 3 രീതിയിൽ ഷെയറിങ് ഓപ്ഷൻസ് DabbleDB പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ലേസി ബേസ്. സോ ലേസി ബേസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിമ്പിൾ ഓൺലൈൻ ഡാറ്റാബേസ് ആണ്. സോ ദാറ്റ് ഈസ് ബെറ്റർ സ്യൂട്ടഡ് ഫോർ ഇൻഡിവിജ്വൽസ് ദാൻ ഫോർ ലാർജ് ബിസിനസ്. ലാർജ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും സ്യൂട്ടായിട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാബേസ് അത് ഈസിയാണ്. അതുപോലെ തന്നെ ന്യൂ റെക്കോർഡ്സ് ആഡ് ചെയ്യാണ്, അതും ഈസിയാണ്. പിന്നെ ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഡാറ്റ എന്ന് പറയുന്നത് പ്രസൻറ്റഡ് ഓൺ എ ക്ലീൻ ഈസി ടു ഗ്രാസ് വെബ് പേജിലാണ് അത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് ഫാൻസി റിപ്പോർട്ട്സ്, അതായത് സിമ്പിൾ ഡാറ്റ എൻട്രി ആൻഡ് ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട് ഹോം യൂസേഴ്സിന് ഗ്രാസ്പ് ചെയ്യാനൊക്കെ. അതൊക്കെയാണ് ലേസി ബേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു ക്രിയേറ്റിംഗ് എ ന്യൂ ലേസി ബേസ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ ആണ്. ഇതിനകത്ത് നമുക്ക് ഫീൽഡ് നെയിം, ടൈപ്പ് ഓഫ് ഡാറ്റ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വിക്ക് സെർച്ച് ഉണ്ട്, ഐറ്റം ടൈപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഐറ്റംസ്. ഇനി ലേസി ബേസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ക്രിയേറ്റഡ് ഡാറ്റാബേസ് ക്യാൻ ബി ഷെയർഡ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ ഓൺ ചോയ്സ് ആണ് ലേസി ബേസിനുള്ളത്. മാത്രമല്ല ലേസി ബേസ് offers RSS feed subscription പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എബിലിറ്റി ടു ക്രിയേറ്റ് കസ്റ്റം ബുക്ക്മാർക്ക്ലെറ്റ്സ് സോ ദാറ്റ് യു ക്യാൻ ഇൻസ്റ്റൻ്റ്ലി സേവ് ഡാറ്റ ഫ്രം എനി വെബ് പേജ് ടു യുവർ ഡാറ്റാബേസ്, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രിയേറ്റഡ് ഡാറ്റാബേസ് ക്യാൻ ബി ഇമ്പോർട്ടഡ് ടു എനി വെബ്സൈറ്റ്, അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ലേസി ബേസ് യൂസ് ചെയ്തിട്ട്. ഇനി അടുത്തതാണ് ടീം ഡെസ്ക്. ടീം ഡെസ്ക് എന്ന് പറയുമ്പം ഒരു ക്വിക്ക് ബേസിനോ പോലെ സിമിലർ ആയിട്ടുള്ള ഒന്നാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു പവർഫുൾ വെബ് ബേസ്ഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഫെസിലിറ്റേറ്റ് അഡ്വാൻസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ടീം ഡെസ്കിൻ്റെ ആപ്ലിക്കേഷനകത്ത് ലൈബ്രറി ഉണ്ട്. കാരണം അത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഒക്കെ വേണ്ടിയിട്ട്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട്, ഹ്യൂമൻ റിസോഴ്സസ്, ബില്ലിംഗ് ആൻഡ് അതർ ബിസിനസ് ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയും ഈ ടീം ഡെസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ പ്രീ ഡിഫൈൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻ അവൈലബിൾ ഇൻ ദി ടീം ഡെസ്ക് ആപ്ലിക്കേഷൻ ലൈബ്രറി. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്താണ് ട്രാക്വിയ. ട്രാക്വിയ എന്ന് പറയുന്നത് ഈ സിമിലർ ടു ടീം ഡെസ്ക് ആണ്. ഇൻ ദാറ്റ് ഇറ്റ് ലെറ്റ് യു ക്രിയേറ്റ് യുവർ ഡാറ്റാബേസ് ഫ്രം ഡോസൻസ് ഓഫ് സാമ്പിൾ ആപ്ലിക്കേഷൻ ഓർ കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് എ കസ്റ്റം റിപ്പോർട്ട് യു ജസ്റ്റ് സെലക്ട് എ കോളം യു വാണ്ട് ടു ഇൻക്ലൂഡ് ആൻഡ് ഹൗ വാണ്ട് യുവർ റിസൾട്ട് സോർട്ടഡ്. അതായത് നമുക്കിപ്പോൾ ഒരു കസ്റ്റം റിപ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് വേണ്ട ഒരു കോളം നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അതിൽ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ആ റിസൾട്ട് സോർട്ട് ചെയ്ത് കിട്ടേണ്ടതെന്നൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് യൂസേഴ്സ് എൻ്റർ ഡാറ്റ ഓൺ ദെയർ ഓൺ വേ. നമുക്കത് എൻ്റർ ചെയ്യാൻ പറ്റും. കാരണം യു ക്യാൻ ഓൾസോ ഷെയർ യുവർ ഡാറ്റാബേസ് വിത്ത് ഡെസിഗ്നേറ്റഡ് യൂസേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റും. യു അസൈൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പെർമിഷൻ കൊടുക്കാൻ പറ്റും. ഫ്രം ആഡ് ചെയ്യാൻ പറ്റും, എൻ്റർ ന്യൂ റെക്കോർഡ്സ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യാൻ മാത്രം പറ്റും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ മാത്രം പറ്റും. അങ്ങനെ പല ഫീച്ചേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാക്വിയ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഗർ ദാറ്റ് ഈസ് ജനറേറ്റിംഗ് കസ്റ്റം റിപ്പോർട്ട് വിത്ത് ട്രാക്വിയ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോളംസ് സെലക്ട് ചെയ്താൽ മതി. നമുക്കത് ഏത് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് അത് സോർട്ട് ചെയ്ത് റിസൾട്ട് കിട്ടും. പിന്നെ അടുത്തൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് സോഹോ. അതായത് സോഹോ 2 ഡിഫറെൻറ്റ് ഡാറ്റാബേസ് പ്രൊഡക്ട്സ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സോഹോ ക്രിയേറ്റഡ്, സെക്കൻഡ് സോഹോ ഡി ബി ആൻഡ് റിപ്പോർട്ട്സ്. ഇനി ഫസ്റ്റാണ് സോഹോ ക്രിയേറ്റഡ്. സോ സോഹോ ക്രിയേറ്റർ ഈസ് ഈസിയസ്റ്റ് ടു യൂസ് ആൻഡ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കാഷ്വൽ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ യു എൻ്റർ ന്യൂ ഡാറ്റ ഇൻ ടു എ വെബ് ഫോം, യു ക്യാൻ ദെൻ ഡിസ്പ്ലേ യുവർ ഡാറ്റ ഇൻ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വ്യൂസ് ഇൻക്ലൂഡിങ് സമ്മറി, ടേബിൾസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് വ്യൂസ്. എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു വെബ് ഫോമിൽ നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്, നമുക്ക് പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ടേബിൾ ഫോമിൽ ചെയ്യാൻ പറ്റും, സമ്മറി ആയിട്ട് ചെയ്യാൻ പറ്റും, സ്പ്രെഡ്ഷീറ്റ് വ്യൂ, അങ്ങനെയെല്ലാം ഈ സോഹോ ക്രിയേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്ററിങ് ഡാറ്റ ഇൻ ടു എ സോഹോ ക്രിയേറ്റഡ് ഫോം എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, മൊബൈൽ നമ്പർ, നമുക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് ഇതിൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്യാൻ പറ്റും. അടുത്താണ് സോഹോ ഡി ബി. സോഹോ ഡി ബി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇൻഡെപ്ത് റിപ്പോർട്ടിംഗ് ദാൻ ഈസ് അവൈലബിൾ വിത്ത് സോഹോ ക്രിയേറ്റഡ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട്സ് കൊടുക്കാൻ പറ്റും, പിവറ്റ് ടേബിൾസ് ആൻഡ് അതർ റിപ്പോർട്ട് ടൈപ്സ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സോഹോ ക്രിയേറ്ററാണ് യൂസ് ചെയ്യുക. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് വരുമ്പം, അതായത് കാരണം ഇഫ് യു ആർ accustomed to working with Access, SQL Server and similar relation database management programs ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് സോഹോ ഡി ബി ആൻഡ് റിപ്പോർട്ട്സ് യൂസ് ചെയ്താൽ മതി. ഇത് അതിൻ്റെ ഒരു ഫിഗറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സൊഫിസ്റ്റിക്കേറ്റഡ് ചാർട്ട് ജനറേറ്റഡ് ബൈ സോഹോ ഡി ബി ആൻഡ് റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ, പിവറ്റ് ടേബിൾസും ഗ്രാഫ്സും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത് യൂസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇനിയുണ്ട് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, നമുക്കത് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം.